ഇപ്പൊ സീത രാമനോട് പറയുന്നുണ്ട്, ഉം. വാലൊക്കെ ശരി തന്നെ, ഇടക്ക് നിസ്കരിക്കൊക്കെ വേണം കേട്ടോ എന്ന്. രാമനോട് പറയുന്നത് ശരിക്ക് മാപ്പിള രാമായണം മുസ്ലിങ്ങൾ പാടിയിരുന്നു, അങ്ങനെ ഇല്ല, പാടുവോ? മുസ്ലിങ്ങൾ പാടിയിരുന്നില്ല. ഇല്ല, പാടിയിരുന്നില്ല. അത് അതൊക്കെ വെറുതെ പാടിയിരുന്നത് ഉം. പിന്നെ ആരും പാടിയിരുന്നില്ല. അത് DH കുഞ്ഞിരാമൻ നമ്പ്യാർ എന്നൊരാൾ എഴുതിയതാണ്. അത് ശരി. അത് 1970-കളിലാണ് എഴുതപ്പെടുന്നത്. അത് വളരെ റീസെന്റ് ആയിട്ട്. അതെ, അത് മലബാറിലെ മാപ്പിള പശ്ചാത്തലത്തിൽ രാമായണ കഥ പറയാണ്. ഉം. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ സീത രാമനോട് പറയുന്നുണ്ട്, ഉം. വാലൊക്കെ ശരി തന്നെ, ഇടക്ക് നിസ്കരിക്കൊക്കെ വേണം കേട്ടോ എന്ന്. രാമനോട് പറയുന്നുണ്ട്. അതുപോലെ ശൂർപ്പണഖ രാമനോട് പ്രണയാഭ്യർത്ഥന നടത്തും. അപ്പോ രാമൻ അത് റിജക്റ്റ് ചെയ്യും. അപ്പൊ അവസാനം സീത പറയുന്ന, ശൂർപ്പണഖ പറയുന്ന ഒരു കാര്യം, ശരീഅത്ത് നിയമം അനുസരിച്ച് 4 വരെ കെട്ടാന്നുണ്ട്, നിങ്ങൾ എന്നെയും കൂടി കല്യാണം കഴിക്കുമെന്ന. രാമായണത്തില് അങ്ങനെയാണ്. രാമായണത്തിൽ പ്രശ്നമില്ല. അല്ല, ഇതൊരു പാരഡി രാമായണ. എന്നിട്ട് കുഞ്ഞിരാമൻ നമ്പ്യാർ പറയും, ഇതൊരു ഭ്രാന്തൻ പാടുന്നത് ഞാൻ കേട്ടതാണ്.